ഫ്രണ്ട്സ്, ഒരു പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ക്യാരറ്റ് ക്രീം പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് സമയം വൈകാതെ പോവാം. അമിഷിൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? പുതിയ ഗ്ലാസ് എങ്ങനെയുണ്ട്? ഞാൻ ലൈറ്റും കൂടെ ഇടാം. നന്നായിട്ടുണ്ട്. ഇതുപോലെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്രീമാണ് കേട്ടോ. ക്യാരറ്റ് ക്രീം ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ഞാനൊരു ചെറിയ പീസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനെ നന്നായിട്ട് വൃത്തിയായിട്ട് പീൽ ചെയ്ത് എടുക്കുക. ഇനി ഈ ക്യാരറ്റിനെ നമുക്ക് വൃത്തിയായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ക്യാരറ്റിൻ്റെ നമുക്ക് അതുപോലെ തന്നെ കാരിയർ ഓയിലിൽ ഒരു ദിവസം സോക്ക് ചെയ്ത് വെച്ചാലും ആ ഒരു ജ്യൂസ് കാരിയർ ഓയിലിലേക്ക് ഇറങ്ങും. പിന്നെ അതിനെ നമുക്കൊന്ന് സീവ് ചെയ്ത് ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതിയാവും. ഞാനിവിടെ ചെയ്യുന്നത് ആ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റിനെ ഒന്നുകൂടി ഒന്ന് മിക്സിയിലെടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് പേസ്റ്റ് പോലെ ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് അതിനെ മാറ്റിയിട്ട് അതിനെ ഞാൻ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യാതെ തന്നെ ഗ്രേറ്റിങ്സ് അതുപോലെ തന്നെ നമുക്ക് കാരിയർ ഓയിൽ സോക്ക് ചെയ്ത് ഒരു 24 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആ ഒരു ഓയിൽ നല്ല ഓറഞ്ച്, നല്ല ക്യാരറ്റിൻ്റെ അതേ കളറിൽ തന്നെ വരുന്നതും കാണാം. ഞാൻ അത്രയും വെയിറ്റ് ചെയ്യാൻ എനിക്ക് അത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 24 hours ഒന്നും വെക്കണ്ട, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ആ ജ്യൂസ് കിട്ടും. ആ ജ്യൂസിനെ നമുക്ക് പിന്നെ കാരിയർ ഓയിലിലേക്ക് ബ്ലെൻഡ് ചെയ്താൽ മതിയാവും. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല ക്ഷമയുള്ളവരാണ്, വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 1 day വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുള്ളവർക്ക് ആ ഗ്രേറ്റിങ്സ് അതുപോലെ തന്നെ കാരിയർ ഓയിലിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കാം. പിറ്റേന്നാകുമ്പോഴത്തേക്ക് ഫുള്ളത് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി തന്നെ ഞെക്കി പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കി വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി പേസ്റ്റാക്കി മുഖത്ത് പുരട്ടാം. ഞാനിപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് ഈ ഒരു ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ സ്പൂൺ കൊണ്ട് ബ്ലെൻഡ് ചെയ്താൽ അത്രയും ഒരു ക്രീമി അങ്ങനെയായി വരില്ല, നന്നായിട്ടത് ബ്ലെൻഡ് ആവുകയില്ല. ബ്ലെൻഡർ ഉള്ളവരാണെങ്കിൽ കഴിവതും ഒരു ബ്ലെൻഡർ യൂസ് ചെയ്ത് തന്നെ അതിനെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ചെറിയൊരു കൺസിസ്റ്റൻസിയിലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമ്മളുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് 2 ടീസ്പൂൺ അലോവേര ജെല്ലാണ്, കറ്റാർവാഴ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് തന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. എന്നിട്ട് അതിനെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ചേഞ്ച് വന്നു തുടങ്ങും, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വന്നു തുടങ്ങും. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ നമ്മൾ ഒരു ടീസ്പൂൺ അങ്ങനെ വേണ്ട, ഒരു 5-6 ഡ്രോപ്സ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇതെല്ലാം സെയിം ആ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ജ്യൂസിലേക്കും ആ കാരിയർ ഓയിൽസ് ആഡ് ചെയ്യുന്നതിലേക്കും തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോന്നും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് കോൺ സ്റ്റാർച്ച് പൗഡറാണ്. ഇത് നമ്മൾ ക്വാണ്ടിറ്റി വളരെ കുറവാണല്ലോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മതിയാവും. ഇത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ക്രീം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും. കാണുന്നില്ലേ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കെമിക്കൽസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നുമില്ല. ഇത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും, നമ്മളുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറും, ആക്നെ ഫോം ആവില്ല. അതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം. പിന്നെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ്. നമുക്കത് മുഖത്തിട്ടാൽ കണ്ടാൽ നമ്മൾ കുറേ ഓയിൽസ് ഒക്കെ ആഡ് ചെയ്തുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ആക്നെ ഉണ്ടാക്കുമെന്നൊക്കെ. പക്ഷെ ഒരിക്കലും ഇല്ല. ഇത് നമ്മൾ മുഖത്തൊന്ന് ഇട്ട് നോക്കുമ്പോഴേ നമുക്കത് ഫീൽ ആവും.
എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവും. നമ്മളുടെ മുഖത്ത് ഇതിൽ എന്തെങ്കിലും ഒരു ക്രീം പറ്റിയ ഒരു ഫീല് പോലും നമുക്കില്ല. അത്രയ്ക്ക് ലൈറ്റായിട്ടുള്ള അത്രയ്ക്കൊരു നല്ല ക്രീമാണിത്. നമ്മളത് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാവും. ഒരു തവണയൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. കെമിക്കൽ ഫ്രീ ആണ്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ക്യാരറ്റ് ക്രീം ഒന്ന് മുഖത്തിട്ട് നോക്കുവാണേ. അമ്മ ഇവിടെ ആയ മുഖത്തങ്ങ് അബ്സോർവ് ആവുന്നുണ്ട്. കുറച്ച് വിട്ട് നല്ല മണം. നല്ല മണമുണ്ട്. അത് ഞാൻ